ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്നേഹക്കൂട് സീരിയലിലെ നാളെ നടക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ലക്ഷ്മി അഹങ്കാരത്തോടു കൂടി തന്നെ മൂർത്തി ഇറങ്ങി വാ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് പൂർണിമയും അച്ചും ഋതു ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ദ്രനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കാണ്. ലക്ഷ്മിയുടെ കൂടെ നിന്ന് എല്ലാ കള്ളത്തരത്തിനും കൂട്ടി നിൽക്കുന്ന ആളാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ അങ്ങോട്ട് പറയുന്നുണ്ട് ലക്ഷ്മി, അതെ എല്ലാവരും ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇതേ ഇനിയിപ്പോ എനിക്ക് അവകാശപ്പെട്ട വീടാണ്, എനിക്ക് മാത്രല്ല എന്റെ മോൻ സേതു മാധവനും അവകാശപ്പെട്ട വീടാണ് എന്ന് പറയുമ്പോഴേക്കും അച്ചു പറയണ്ട അതെങ്ങനെ ശരിയാവും? ശരിക്കും നിയമപരമായിട്ട് നിങ്ങൾ എന്റെ അച്ഛന്റെ ഭാര്യ പോലും അല്ല. പക്ഷെ ആ കഥ എങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടിയിട്ടാണ് നാണക്കേട്. അതുകൊണ്ടാ ഞങ്ങളൊന്നും പറയാത്തത്. അതിന്റെ പേരിൽ ഈ വീട് നിങ്ങളുടെയാണെന്ന് ഞങ്ങളിവിടെ ഇറങ്ങി പോണെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല എന്ന് അച്ചു പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, എന്റെ പൊന്നു മോളെ അച്ചു, നീ ഒരുപാട് പഠിച്ചതല്ലേ, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ? അതെ ഇതേ നല്ല അടിപൊളി വിൽപത്രമാണ്, നല്ല ചൂടോട് കൂടി തന്നെ ടൈപ്പ് ചെയ്ത് കൊണ്ട വിൽപത്രമാണ്. ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് നീ പറ എന്താണുള്ളത്. പിന്നെ വായിച്ചു കഴിഞ്ഞിട്ട് നിന്റെ ഈ വീട്ടുകാർക്ക് കൂടി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കട്ടോ എന്ന് പറയാണ്. അച്ചു അത് വായിക്കുന്നുണ്ട്. അച്ചു വായിച്ചിട്ട് ആകെ ഷോക്കായ പോലെ നിൽക്കുവാട്ടോ. പൂർണിമയും ഋതുവും ചോദിക്കണ്ടേ എന്താ എന്താ അച്ചു അതിൽ എഴുതിയേക്കണത്, എന്താ അച്ചു എന്ന് ചോദിക്കുമ്പോ അച്ചു ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ലക്ഷ്മി പറയണ്ട്, അവള് പറയില്ല, ഞാൻ പറയാം, ഞാൻ പറഞ്ഞ തന്നെയാ കാര്യം. ഈ വീട്ടില് നിങ്ങൾക്കൊരു മണ്ടരി പോലും സ്വന്തമല്ല. ഇവിടുന്ന് നിങ്ങൾക്ക് ഇറങ്ങാം. പിന്നെ വീട് മാത്രല്ല കേട്ടോ, വീടും പരിസരവും പിന്നെ ടെക്സ്റ്റൈൽസും ബിസിനസ്സും കാര്യങ്ങളും എന്തിനാ കാറും അതുപോലെ ബൈക്കും എല്ലാം എനിക്ക് സ്വന്തമാണ്. ഇവിടുന്ന് ഒരു തരി ഒരു കപ്പില് പോലും മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി നാണോ മാനുണ്ടെങ്കിൽ എന്റെ പൂർണിമയെ നീ നിന്റെ മക്കളെ മരുമക്കളെ വിളിച്ചിട്ട് ഒന്ന് പോവാൻ നോക്ക് എന്ന് പറയണം. അപ്പോഴേക്ക് പൂർണിമ ഒക്കെ ആകെ നാണക്കേട് തോന്നാട്ടോ. പൂർണിമ അടുത്ത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ലക്ഷ്മി നിനക്ക് നാണുരടി, എന്റെ ഭർത്താവിനെ അടിച്ചെടുത്തിട്ട് ഇങ്ങനെ വിമ്പ് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാനായിട്ട്. അവള് നിൽക്കുന്നു ഇവിടെ, നാണുരടി, നിനക്ക് പോവാൻ നോക്കരുത് നിന്റെ മക്കളെ വിളിച്ചോണ്ട് എന്ന് പറഞ്ഞ് നാണം കെടുത്തു കേട്ടോ. ആ സമയത്ത് അച്ചു പറഞ്ഞ, അമ്മേ നമുക്ക് ഇവിടുന്ന് പോവാം, ഇപ്പൊ ഇവിടെ നിന്നാ ശരിയാവില്ല, നമുക്ക് ഇവിടുന്ന് പോണം തന്നെയാമേ നല്ലത്, പിന്നീട് നമുക്ക് നല്ലൊരു വക്കീലിനെ കണ്ട് സംസാരിക്കാം എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് പൂർണ്ണം അവിടെ നിന്ന് പോവാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ലക്ഷ്മി വലതുകാലം വെച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കേറുവാട്ടോ. ആ സമയത്ത് പൂർണിമ പടി ഇറങ്ങണതും ലക്ഷ്മി പടി കയറണതും ഒരേ സമയത്താണ്. ശേഷം ലക്ഷ്മി ഒന്ന് വിളിക്കുന്നുണ്ട്, അതെ നിങ്ങളൊന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പൂർണിമയും അത് മക്കളും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്ത് ലക്ഷ്മി അകത്തൊക്കെ കേട്ട് വലിയൊരു ഫോട്ടോ ഉണ്ടല്ലോ നമ്മുടെ മാധവന്റെ, ആ ഫോട്ടോ കയ്യിലെടുക്കാണ്. ശേഷം അത് ഉമ്മറത്തേക്ക് വലിച്ചെറിയാട്ടോ. അതെ നിങ്ങൾ പോകുമ്പോഴേ ഇതും കൂടി കൊണ്ടുപോയിക്കോ, ഇവിടെ നിന്ന് എനിക്ക് തന്നുവിടാൻ നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇതും കൂടി കൊണ്ടുപോയിക്കോ. വല്ല വാടക വീടൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ചുവരിലും ഇതുപോലെ അങ്ങ് തൂക്കിയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛത്തോടു കൂടി തന്നെ ലക്ഷ്മി അകത്ത് കയറി വാതിലടക്കാണ്. പൂർണിമക്കും മക്കൾക്കും എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ ഇന്ദ്രൻ പറയണ്ട, ആഹാ എന്തായിരുന്നു, ഇപ്പൊ എന്തായി കണ്ടില്ലേ, എവിടെയോ കിടന്നവര്. ഇതിന്റെ പിറകിൽ ആ സേതുമാധവൻ തന്നെയാണ്. അവന്റെ അമ്മേനെ കൊണ്ട് അവൻ ചീപ്പ് നാടകം കളിക്കായിരുന്നു. ഏട്ടാ അവൻ പുറത്തിരുന്ന് ആഘോഷിക്കായിരിക്കും, സന്തോഷിക്കായിരിക്കും. ഇനി അവനല്ലേ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോ പൂർണ്ണം പറഞ്ഞിട്ട്, ഇന്ദ്ര മതി, വാ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് പറയാണ്. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞ, എവിടേക്ക് ഇറങ്ങാന്ന്? എവിടേക്ക് ഇറങ്ങാന്ന്? എന്റെ ഭാര്യ ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണി, അവളെയും കൊണ്ട് തെരുവി പോകാൻ പറ്റുന്നില്ല, ഞാൻ ഋതുവിനെ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോ ഋതു പറയണ്ടേ, ഞാൻ വരില്ല, എന്റെ അമ്മേനെ നെത്തിന് വിട്ടുന്നു, എനിക്കിപ്പൊ വരാൻ പറ്റില്ല എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ പൂർണ്ണിമ പറയുന്നുണ്ട്, എന്തായാലും എന്റെ മോളല്ലേ ഋതു, അതിനുശേഷമല്ല നിന്റെ ഭാര്യയായത്, എന്റെ മോളെ നോക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ്. പല്ലവി വരുന്നുണ്ട്, അമ്മേ ഇപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഇപ്പൊ വേറെ എവിടെയും പോണ്ട, എന്റെ വീട്ടിലേക്ക് വാ മോളെ അത് എന്ന് പൂർണ്ണിമ പറയുമ്പോ അമ്മ ഒന്നും കൂടി ടെൻഷൻ എടുക്കണ്ട, അച്ചു ഹരി ഋതു വാ എന്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂട്ടിക്കൊണ്ട് പല്ലവിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ ഇവരെ കാണുമ്പോഴേക്കും നമ്മുടെ പല്ലവിയുടെ അച്ഛനും അമ്മയൊക്കെ ആകെ നിന്ന് പോവാണ്. അയ്യോ എന്തു പറ്റി എന്ന് പറയുമ്പോഴേക്കും പല്ലവി പറയണ്ട, അമ്മേ ഞാൻ പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടമ്മേ, ലക്ഷ്മി അമ്മ എല്ലാവരും ഇറക്കി വിട്ടു. അയ്യോ അവരെന്താ അങ്ങനെയൊക്കെ ചെയ്തത്, അതൊന്നും അറിയില്ല, ഇനി നല്ലൊരു വക്കീലിനെ കണ്ട് സംസാരിക്കണം എന്നൊക്കെ പറയാണ്. ശേഷം ഇതൊക്കെ സേതു അറിയുന്നുണ്ട്. എന്താ പല്ലവി, എന്താ സംഭവിച്ചത് അമ്മേ, എന്താ സംഭവിച്ചത് എന്നൊക്കെ സേതു ചോദിക്കുമ്പോ പല്ലവി നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. സേതുവിന് അങ്ങ് ദേഷ്യം വരുവാട്ടോ. ഞാൻ ഇപ്പൊ തന്നെ അവർക്ക് പോയി ചോദിക്കുന്നുണ്ട്, അവരിത് എന്തുദ്ദേശിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സേതു പോകാമോ പല്ലവി പറഞ്ഞിട്ട്, സേതുവായിട്ടാ ഇപ്പൊ പോകണ്ടേ, ഇപ്പൊ പോകഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വലുതാവേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പൊ പോകണ്ട, നമുക്ക് ഒരു വക്കീലിനെ പോയി കണ്ട് സാവധാനം സംസാരിച്ചൊരു തീരുമാനം എടുക്കാം എന്ന് പറയുമ്പോ അത് പറ്റില്ല. ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ അമ്മ വരുന്ന മുമ്പ് എന്റെ അമ്മ ആയിരുന്നു പൂർണിമ. ഞാൻ എന്നെ അമ്മയെന്ന് ആദ്യം വിളിച്ചത് എന്റെ പൂർണിമ അമ്മയാണ്, ആ അമ്മേനെയാണ് അവര് ഇറക്കി വിട്ടത്, അതിന് ഞാൻ അവരെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സേതു അവിടെ നിന്ന് ഇറങ്ങി പോകാണ്. നേരെ പോണത് നമ്മുടെ
അത് ലക്ഷ്മിനെ കാണാൻ വേണ്ടാ പോണ കേട്ടോ. ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങൾ എന്ത് അവകാശത്തിന്റെ പേരില ഈ വീട്ടിലേക്ക് കയറി വന്നത്? ലക്ഷ്മി പറയുന്നുണ്ട്, അതെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നീ പറഞ്ഞതും ചെയ്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പെട്ടെന്നൊന്നും മറക്കാൻ പോണില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ കയറി വന്നത്? ഈ വീട് ആരുടെയെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത്? എടാ നിനക്ക് നാണുണ്ടോ? ഈ വീട് നമുക്ക് അവകാശപ്പെട്ടാണ്. നിന്റെ അച്ഛന്റെ ആദ്യ ഭാര്യ ഞാൻ. നിങ്ങൾ നിയമപരമായിട്ട് അച്ഛന്റെ ഭാര്യയാണോ? അല്ലല്ലോ എന്ന് പറയാണ്. ശരിക്കും പറഞ്ഞാൽ വേറെ രീതിയിൽ പറയാം, കോടതിയിലെ കേസൊക്കെ ആയിട്ട് പൂർണ്ണിമ പോയാലേ നിങ്ങളുടെ പേര് തന്നെ പോകും, നിങ്ങളുടെ ഇമേജ് തന്നെ പോകും. അതുകൊണ്ട് മാന്യം മര്യാദക്ക് നിങ്ങൾക്ക് മര്യാദക്ക് എവിടെയെങ്കിലും നിന്നൂടെ? നിങ്ങളുടെ സ്വഭാവം അപ്പൊ ഇതായിരുന്നു അല്ലേ? എന്തായിരുന്നു നിങ്ങൾ അപ്പോ എന്ന് പറയുമ്പോഴേക്കും ദേ സേതു എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് നിന്റെ പൂർണ്ണിമയാണ് വലുതെന്നുണ്ടെങ്കിൽ നീ അവരുടെ കൂടെ പോയിക്കോ. ഞാൻ പറഞ്ഞോ നിന്റെ ഇവിടെ നിക്കണോന്ന്? ഇല്ല, നിങ്ങൾ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങളും ഇവിടെ നിൽക്കാൻ പോണില്ല. ഈ വീട് പൂർണ്ണിമാമക്കും എന്റെ അച്ഛനും ഋതുവിനും സ്വാതിക്കും ഒക്കെ അവകാശപ്പെട്ടാണ്. അവരെല്ലാം ഇവിടേക്ക് വരും. നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ട എല്ലാവരെയും ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും എന്ന് സേതു പറയുമ്പോ ലക്ഷ്മി പറയണ്ട, അതിനെ ഈ ലക്ഷ്മി രണ്ടാമത് ജനിക്കണം. ഞാൻ ഇവിടെ ജീവനോടെ ഉള്ളപ്പോ നീ നിന്റെ ആരും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ലടാ. അങ്ങനെയാണോ? നിങ്ങൾക്ക് വാശിയാണോ എന്ന് സേതു ചോദിക്കുകയാണ്. അതെ, വാശിയാണെങ്കിൽ വാശിയായിട്ട് തന്നെ വിചാരിച്ചോ. എന്തായാലും ഞാൻ അതിനെ സമ്മതിക്കില്ല. ഇവിടെ ആരെയും കേറ്റാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ നോക്കിക്കോ, 24 മണിക്കൂറിനുള്ളിൽ തന്നെ എന്റെ അമ്മേനെയും അതുപോലെ തന്നെ എന്റെ അനിയത്തിമാരെയും ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും. ലക്ഷ്മി പറയട്ടെ, നിനക്ക് നാണൂലടാ? ഞാൻ എന്റെ വയറ്റിൽ ചുമന്നാടാ നിന്നെ, എന്നിട്ട് നിനക്ക് എന്നാ വേണ്ടല്ലേ? നിങ്ങൾ എന്റെ വയറ്റിൽ ചുമന്നത് ശരിയാണ്. പിന്നെ നിങ്ങൾ എന്നെ എവിടെ കൊണ്ടിട്ടായിരുന്നു എന്നെ തള്ളിയത്? അത് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചും പോയില്ലേ, സുഖത്തിനനുസരിച്ചും. പക്ഷെ ഞാൻ എങ്ങനെയാ ജയിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്നെ അമ്മേനെ പോലെ സ്നേഹിച്ച ഒരു സ്ത്രീ ഉണ്ട്, എന്റെ പൂർണ്ണിമാമ. അവരെയാണ് നിങ്ങൾ ഇവിടുന്ന് പടി ഇറക്കി വിട്ടത്. അത് ഞാൻ സഹിക്കില്ല. എന്റെ പൂർണ്ണിമാമനെ ഞാൻ ഇപ്പൊ ഇവിടെ കൊണ്ടുവരും. ആ സമയത്ത് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിരിക്കണം. ഞാൻ ഇറങ്ങാനോ? ഇവിടുന്നോ? കൊള്ള നല്ല കഥ. ഒരിക്കലും ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല. ആണോ? എങ്കിലും നമുക്കതൊന്ന് കാണാം. കാണാടാ. നിനക്ക് വാശിയാണെങ്കിലേ എനിക്കും വാശി തന്നെയാ. നിനക്ക് നിന്റെ അച്ഛന്റെ സ്വഭാവം തന്നെയാടാ. അയാളും അങ്ങേരും ഇങ്ങനെ തന്നെയായിരുന്നു, ഭയങ്കര വാശിയായിരുന്നു. എന്നിട്ട് എന്തായി? അവസാനം മരിച്ചത് കണ്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും സേതു പറയണ്ട്, അച്ഛനെ മരിച്ചതാണോ? അച്ഛൻ കൊല ചെയ്യപ്പെട്ടതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ തന്നെയാണ് അച്ഛനെ ആദ്യം കൊന്നത്. നിങ്ങളുടെ ഈ സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെയാണ് എന്റെ അച്ഛൻ ആദ്യം തകർന്നു പോയത്. അച്ഛനെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് എന്റെ പൂർണ്ണിമാമയാണ്. അങ്ങനെയുള്ള അമ്മയാണ് നിങ്ങളുടെ പടിയിറക്കി വിട്ടത്. നിങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പണ്ട് സേതു അവിടെ നിന്ന് ഇറങ്ങി പോട്ടോ. അപ്പോഴും ലക്ഷ്മിക്ക് ഒരു പുച്ഛം മാത്രമാണ്. അവൻ എന്ത് ചെയ്യാനാണ്? അവരൊന്നും ചെയ്യാൻ പോണില്ല എന്നെ എന്നൊക്കെ പറഞ്ഞ അഹങ്കാരത്തോട് കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ച് അവരവിടെ ഒരു ഇരിപ്പാണ് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.